തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടി. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥയാണ്. ഏതെങ്കിലും മാടക്കടയിൽ ചെന്ന് ഒരു കെട്ട് ദിനേശ് പിടി വാങ്ങിക്കാനോ ഒരു ചായക്കടയിൽ നിന്ന് ഒരു കട്ടൻ ചായ വാങ്ങിച്ചു കുടിക്കാനോ പറ്റാത്ത അവസ്ഥയില്ല. അത് കഴിഞ്ഞപ്പോ എന്താ, നമ്മുടെ ആന്റണി രാജുവിന്റെ ജെട്ടിക്കേസ്. വിദേശത്തു നിന്നൊരു സായിപ്പ് മയക്കുമരുന്ന് കടത്തിയതാ. അയാളെ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ ജെട്ടി, അയാളുടെ അടിവസ്ത്രം കോടതിയിൽ നിന്ന് കള്ളം പറഞ്ഞ് വാങ്ങിച്ചിട്ട് അത് വെട്ടിത്തയ്ച്ച് തെളിവ് നശിപ്പിച്ചു എന്നൊരു കേസ്. അതിലിപ്പോ ശിക്ഷിച്ചിരിക്കുക. ഈ ജെട്ടി വെട്ടി തയ്ച്ച ആളിനെയാണല്ലോ 2.5 കൊല്ലം മന്ത്രിസ്ഥാനത്ത് ഇരുത്തിയതെന്ന് കേരളം ഇപ്പൊ പൂച്ചം പറയാൻ തുടങ്ങി. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് നമ്മുടെ സഖാവ് വെള്ളാപ്പള്ളി നടേശന്റെ ഓരോ വിക്രിയകള്, അദ്ദേഹം ഉണ്ടാക്കുന്ന ഓരോ കുലുമാലുകള്. ഇതാണ് സ്ഥിതിയെങ്കിൽ 3ാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നമാണെന്ന് ഇതിനകം മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ അധികാരമില്ലാതെ എങ്ങനെ ജീവിക്കും? ഭരണം കൈവിട്ടുപോയ പിന്നെ എന്താണ് ജീവിതം? അതിന്റെ ആർഭാടവും സൗകര്യങ്ങളും സുഖശീതളിമയും ഒക്കെ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ചിലരൊക്കെ ചിലപ്പം ജയിലിലേക്ക് പോകേണ്ടിയും വരും. ഇതൊക്കെ ആലോചിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾക്കുമെതിരെ എന്തെങ്കിലും ഒരു കച്ചിത്തിരുമ്പ് കിട്ടുമോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സതീശനെതിരായിട്ട്, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിനെതിരായിട്ട് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ശുപാർശ പണ്ട് വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് വന്നത് ഓർമ്മയിൽ വന്നത്. അത് പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. അതിപ്പോ ആരോ പൊക്കിയെടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ ഇതിനിടയ്ക്ക് സോണിയാഗാന്ധിയെ ഈ സ്വർണ്ണ കവർച്ച കേസുമായിട്ടൊന്ന് ബന്ധിപ്പിക്കാൻ നോക്കി, അതങ്ങ് ചീറ്റിപ്പോയി. അത് നാണം കെടായിപ്പോയി. നമ്മുടെ ബേബി സഖാവ് പോലും പറഞ്ഞു അത് ശരിയല്ലെന്ന്. സോണിയാഗാന്ധിയെ ഇതുമായി ബന്ധിപ്പിക്കുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ലെന്ന് നമ്മുടെ ബേബി സഖാവ് പറഞ്ഞു. അദ്ദേഹം ഡൽഹിയിലല്ലോ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതൊക്കെ നന്നായിട്ട് അറിയാമെന്നേ. കേരളത്തിലെ പോലെ ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിക്കുന്ന ഒരാളല്ലല്ലോ ബേബി. നമ്മൾ പറയുന്നവരൊക്കെ കേൾക്കുമെങ്കിലും അദ്ദേഹത്തിന് കുറച്ചുകൂടി ലോകവിവരമുണ്ട്, ദേശീയ കാഴ്ചപ്പാടുണ്ട്, അന്തർദേശീയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു അറിവുണ്ട്. അപ്പൊ അദ്ദേഹം പറയുവാണ് ഞാൻ ഈ സോണിയാഗാന്ധിയെ ഇതിനകത്ത് പിടിച്ചിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പൊ അതങ്ങ് ചീറ്റിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സതീശിനെതിരായിട്ടുള്ള ഒരു പഴയ റിപ്പോർട്ട്, പുനർജനി കേസ്. അതായത് പ്രളയം വന്നല്ലോ. അപ്പൊ ഈ പറവൂർ മണ്ഡലത്തിൽ ഒത്തിരി പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. അപ്പൊ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സ്കീം, അതാണ് ഈ പുനർജനി എന്ന് പറയുന്നത്. അപ്പൊ അതിന് വിദേശത്തു നിന്ന് പണം വന്നെന്നോ, അത് സതീശന്റെ അക്കൗണ്ടിലേക്ക് വന്നെന്നോ, അത് വിദേശ നാണയ നിയമം ലംഘിച്ചുകൊണ്ടാണ് വന്നതെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടൊരു ആരോപണം ഉണ്ടായത്. അതിന്റെ ഒരു അന്വേഷണത്തിനിടയിലാണ് ഇങ്ങനെ ഒരു ശുപാർശ കിട്ടിയത്. അപ്പോൾ ഈ പുനർജനി ഒരു മൃതസഞ്ജീവനിയായി എന്ന് വിചാരിച്ചതാ. അതനുസരിച്ച് അങ്ങോട്ട് കരുക്കൾ നീക്കിയതാ. പക്ഷേ അതും ചീറ്റിപ്പോയി. കിട്ടിപ്പോയി എന്ന് വിചാരിച്ചതാ. ഈ കുളിത്തൊട്ടിയിൽ കിടക്കുമ്പോഴാ ആരോ ഇതുകൊണ്ട് കൊടുത്തത് കേട്ടോ. അപ്പൊ യുറേക്ക കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രജ്ഞൻ ഇറങ്ങി ഓടി. നഗ്നനായിരുന്നു, വസ്ത്രം പോലും ധരിക്കാൻ മറന്നുപോയി. അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോഴത്തേക്ക് വിജിലൻസിന്റെ ഒരു പുതിയ ഉത്തരവിന്റെ കോപ്പി പുറത്തു വന്നു, മാധ്യമങ്ങൾക്ക് കിട്ടി. അതോടെയാണ് ഈ ആയുധം കെ മുരളീധരൻ പറഞ്ഞ പോലെ തുരുമ്പിച്ചതുപോലുമല്ല, അത് കാശിന് കൊള്ളാത്ത കാലഹരണപ്പെട്ട ഒരു ആയുധമാണെന്ന് മനസ്സിലായത്. നനഞ്ഞ പടക്കം പോലെ അതങ്ങ് ചീറ്റിപ്പോയി. യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരിക്കുന്ന കാലത്ത് കൊടുത്ത ഒരു റിപ്പോർട്ടാ. അത് ഇന്നലെ ഞായറാഴ്ച തന്നെ അങ്ങ് പൊട്ടിക്കാം എന്ന് വിചാരിച്ചു. അതായത് ലവന്മാരുടെ സമ്മേളനം സുൽത്താൻ ബത്തേരിയിൽ നടക്കുക, ലക്ഷ്യ 2026 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിക്കുന്ന ഒരു യോഗമാ. അവിടെ നേരത്തെ ഇതുപോലൊരു യോഗം നടന്നതാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ അവർ ചില പരിപാടികളും തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിച്ചു. അതിന്റെ ഫലമായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവർ തൂത്തുവാരി, പിന്നീട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും തൂത്തുവാരി. ഇപ്പോ ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ അനുകൂല വിധിയുണ്ടല്ലോ, ജനവിധി, അത് കണ്ടപ്പോൾ അവന്മാർക്ക് ഒരല്പം അഹമ്മദി നെകളിപ്പോ കൂടിയാ. അപ്പൊ തന്നെ കൊടുത്തേക്കാം, ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പിനെ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇത് ചാനലുകളിലേക്ക് അങ്ങ് ചോർത്തി കൊടുത്തു. ഈ റിപ്പോർട്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെയാ, പുതിയതൊന്നുമല്ല. 1 വർഷമാകാറായി. യോഗേഷ് ഗുപ്ത ഡയറക്ടർ ആയിരിക്കുന്ന സമയത്തെയാ അതങ്ങോട്ട് ചോർത്തി കൊടുത്തു. സത്യം പറഞ്ഞാൽ യോഗേഷ് ഗുപ്ത കൊടുത്ത റിപ്പോർട്ട് അല്ലത്. അന്ന് ഈ കേസ് അന്വേഷിച്ച ഒരു DIG അദ്ദേഹമാണ് പറഞ്ഞത്, ഞാനിത് അന്വേഷിച്ചിട്ട് തെളിവൊന്നുമില്ല, സതീശനെ പിടിക്കാൻ പറ്റിയ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് വേണമെങ്കിൽ ഇത് CBIക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞ് DIG ആണ് റിപ്പോർട്ട് കൊടുത്തത്. ആ ശുപാർശയോട് യോഗേഷ് ഗുപ്തയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് നിലനിൽക്കത്തില്ലെന്ന് അദ്ദേഹം ഗവൺമെന്റിന് എഴുതിയതാ. പക്ഷെ ആ റിപ്പോർട്ട് അങ്ങനെയുണ്ട്. ഈ DIG കൊടുത്ത റിപ്പോർട്ട് ഡയറക്ടറുടെ പേരിലാണ് സർക്കാരിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് യോഗേഷ് ഗുപ്തയുടെ റിപ്പോർട്ടാവുന്നത്. പക്ഷെ സത്യത്തിൽ യോഗേഷ് ഗുപ്ത ഈ ശുപാർശയോട് യോജിച്ചിരുന്നില്ല എന്നാണ് ഇന്നത്തെ പത്രങ്ങളിൽ പുറത്തു വന്ന വിവരം. അപ്പൊ എന്തായാലും
ഡയറക്ടറുടെ പേരിൽ വന്ന റിപ്പോർട്ടാണല്ലോ, എടുത്ത് കാച്ചിയേക്കാം എന്ന് വിചാരിച്ചു. സുൽത്താൻ ബത്തേരിയിലെ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പതാക ഉയർത്തിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പേ ചാനലുകൾ മുഴുവൻ സതീശനെ ഇപ്പൊ പിടിച്ചു കളയും എന്നുള്ള മട്ടില് ഈ ശുപാർശ വന്നങ്ങ് നിറഞ്ഞു. പിന്നെ ആഘോഷമായിരുന്നു. ചാനലുകാര് കാത്തിരിക്കുകയാണല്ലോ. അവർക്ക് ഞായറാഴ്ച വലിയ വാർത്തയൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പൊ നല്ലൊരു വാർത്ത കിട്ടി. അത് മാത്രമല്ല, അതിൽ ചിലർക്ക് എങ്ങനെയെങ്കിലും പിണറായി വിജയനെ മൂന്നാമത് മുഖ്യമന്ത്രിയാക്കണമെന്ന് വല്ലാത്ത പൂതിയുമുണ്ട്. കിട്ടിയ പാടെ വെച്ച് കാച്ചി. അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ഈ ലക്ഷ്യക്ക് വന്ന നേതാക്കന്മാർക്കെല്ലാം ഇതിനെതിരായിട്ട് സംസാരിക്കാനും പ്രതികരിക്കാനും അവസരം കിട്ടി. പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടന സമ്മേളനത്തിനായിട്ട് അവർ അകത്തോട്ട് കടന്നിട്ടാണ് ഈ വാർത്ത പുറത്തു വന്നിരുന്നതെങ്കിൽ അതിന് സമയം കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഒരു സൗകര്യം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായി. ഈ ചാനലുകളില് ഈ വാർത്ത അങ്ങോട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ കണ്ട ആവേശം, ചാനലുകളുടെ ആവേശം, അതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചത് CBIക്കാർ ഇന്നലെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ ചെന്നിട്ട് സതീശനെ അറസ്റ്റ് ചെയ്യുമെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് വീടുണ്ടാക്കാൻ വേണ്ടി ഒരു പദ്ധതി നടപ്പാക്കിയതാണ് സതീശൻ ചെയ്ത കുറ്റം. വിദേശത്ത് നിന്ന് പണം ശേഖരിച്ചു എന്നുള്ളതായിരുന്നു. ആ പണം സതീശന്റെ അക്കൗണ്ടിൽ വന്നു എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം. അതിങ്ങനെ ചാനലുകളിൽ കത്തിച്ചു നിൽക്കുമ്പോഴാണ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റൊരു റിപ്പോർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാ, ആ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. അതിന് വലിയ പഴക്കമൊന്നുമില്ല. യോഗേഷ് ഗുപ്തയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലെയാണ്. ഇത് 3 മാസം മുമ്പ്, കഴിഞ്ഞ സെപ്റ്റംബർ 19 വിജിലൻസിലെ IG ആയിരുന്ന K കാർത്തിക് സമർപ്പിച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഈ പുനർജനി കേസിൽ സതീശനെ കുറ്റവിമുക്തനാക്കുന്നതാ. അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കാത്ത രീതിയിലുള്ള യാതൊരു കുറ്റവും നിലനിൽക്കുന്നില്ല, അതിനുള്ള യാതൊരു തെളിവുകളുമില്ല എന്ന് കാർത്തിക് വളരെ അർത്ഥശങ്കൈ ഇല്ലാത്ത രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കാം. ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് വിജിലൻസിന്റെ ഡയറക്ടറുടെ പേരില്ല. 3 കാര്യങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, അഴിമതി നിരോധ നിയമപ്രകാരം VD സതീശൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തെറ്റു ചെയ്തതായി തെളിഞ്ഞിട്ടില്ല, അതിനുള്ള യാതൊരു തെളിവുകളും ഇല്ല. രണ്ടാമത്, VD സതീശന്റെ അക്കൗണ്ടിലേക്ക് ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യാതൊരു പണവും, 1 രൂപ പോലും വന്നിട്ടില്ല. മൂന്നാമത്, മണപ്പാട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് പണം സ്വീകരിച്ചത്. അവര് സർക്കാർ നിയമപ്രകാരം, ചട്ടപ്രകാരം അനുമതി വാങ്ങിക്കൊണ്ടാണ് ഈ പദ്ധതിക്ക് വേണ്ടി UK നിന്നും മറ്റും പണം സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ പൂർണ്ണമായിട്ടും സതീശനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 19 സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വന്നു. ഇതോടെ രാവിലെ മുതൽ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു വലിയ സൗധം, ഒരു ആശാഗോപുരം, സതീശനെ നമ്മൾ പിടിച്ചു അകത്താക്കി എന്ന മട്ടിൽ നടത്തിയ ഒരു പ്രചരണം സന്ധ്യ ആയപ്പോഴത്തേക്ക് ഒന്നുമല്ലാതെ ശൂന്നങ്ങ് പോയി. സതീശനെയും കോൺഗ്രസിനെയും UDF-നെയും ഇതുവഴി ഒന്ന് പേടിപ്പിക്കാം എന്നാ വിചാരിച്ചത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് ഒരു നിൽക്കക്കളിയുമില്ല നിൽക്കുക ഈ സർക്കാർ. അപ്പൊ കോൺഗ്രസിനെ ഒന്ന് പേടിപ്പിക്കാം, അവരെ ഈ CBI അന്വേഷണം എന്ന ഒരു കുടുക്കിലേക്കൊന്ന് പിടിച്ചിടാം എന്നൊക്കെ കരുതിയതാ. അന്നേരം VD സതീശൻ പറഞ്ഞു, ഒന്ന് ചെന്ന് പറഞ്ഞേക്ക്, ഞാനങ്ങ് പേടിച്ചു പോയി എന്ന് ഒന്ന് പറഞ്ഞേക്കാൻ. കാരണം പേടിപ്പിക്കാനാണല്ലോ ചെയ്തത്. പേടിച്ചു എന്നറിഞ്ഞാല് ഈ പേടിപ്പിക്കാൻ ശ്രമിച്ചവർക്കൊരു സന്തോഷം ഉണ്ടാകുമല്ലോ. 2018-2019 ഇത് സംബന്ധിച്ച് ആദ്യമായിട്ട് ഒരു CPM-ന്റെ അംഗം നിയമസഭയിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതിനുശേഷം ഈ പെരിയാറിലൂടെ ധാരാളം വെള്ളം ഒഴുകിപ്പോയി. ആരോപണം വന്ന ഉടനെ തന്നെ വിജിലൻസ് ഇത് സംബന്ധിച്ച് ഒരു രഹസ്യ അന്വേഷണം നടത്തി. അതിൽ തെളിഞ്ഞത് ഇതിൽ VD സതീശനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രതിയാക്കാനോ അദ്ദേഹത്തിനെതിരെ കൂടുതൽ അന്വേഷണം നടത്താനോ ഉള്ള യാതൊരു സ്കോപ്പും ഇല്ല എന്നുള്ളതാണ്. ആദ്യ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായി അത് വിജിലൻസ് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ സർക്കാരിന് അത് പോരല്ലോ, എങ്ങനെയെങ്കിലും സതീശനെ ഒന്ന് പിടിച്ചിടണമല്ലോ. കാരണം നിയമസഭയിൽ പിണറായി വിജയനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്ന, ശക്തമായിട്ട് സംസാരിക്കുന്ന ആളാണ് സതീശൻ. അപ്പൊ അദ്ദേഹത്തെ പിടിക്കാൻ കിട്ടുന്ന ഒരു അവസരം കളയാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, വീണ്ടും അന്വേഷണം നടന്നു. പിന്നീടാണ് വിജിലൻസിലെ ഒരു DIG ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിയത്. അദ്ദേഹത്തിന് യാതൊരു തെളിവുകളും കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഞങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, വേണമെങ്കിൽ ഇത് CBIക്ക് വിടാം. അങ്ങനെ ഒരു റിപ്പോർട്ട്, അതായത് ഡയറക്ടറുടെ പേരിൽ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു. അപ്പൊ യോഗേഷ് ഗുപ്ത പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രത്യേക റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച് ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കാൻ യാതൊരു സ്കോപ്പുമില്ല, ഈ CBI അന്വേഷണം എന്ന് പറഞ്ഞ ആവശ്യം നിലനിൽക്കുന്നതല്ല എന്ന് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചതാണ്. അത് ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുമുണ്ട്. അതിനുശേഷം മനോജ് എബ്രഹാം ഡയറക്ടർ ആകുന്നു, വിജിലൻസ് ഡയറക്ടർ ആകുന്നു. അന്നേരം ഒരു അന്വേഷണം നടത്തി, എന്നിട്ടും യാതൊരു തെളിവും കിട്ടിയില്ല.
ആ സമയത്തും സംസ്ഥാന സർക്കാരിന് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, വി.ഡി. സതീശന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അന്നേരം ഈ റിപ്പോർട്ട് കിടക്കുക, യോഗേഷ് ഗുപ്തയുടെ പേരിൽ വന്ന റിപ്പോർട്ട്, വിജിലൻസ് അന്വേഷണമാകാം എന്ന് പറയുന്ന റിപ്പോർട്ട് പൊടി പിടിച്ച് കിടക്കുക. അതാണ് ഇപ്പോഴേ പെട്ടെന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്. സതീശനെ അത് വെച്ചിട്ടൊന്ന് കുരുക്കാം എന്ന് കരുതിയത്. അപ്പോഴല്ലയോ ഈ വിജിലൻസിന്റെ IG കാർത്തിക് തയ്യാറാക്കി സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത്. വേലകൾ പലത് പ്രയോഗിച്ചു നോക്കി UDF-നെതിരായിട്ട്, അല്ലെങ്കിൽ UDF നേതാക്കൾക്കെതിരായിട്ട്. ഏറ്റവും അവസാനം സോണിയാഗാന്ധിക്കെതിരെ പോലും വളരെ മോശപ്പെട്ട രീതിയിൽ ആ സ്വർണ്ണ കവർച്ച കേസിനെ തിരിച്ചുവിടാനും നോക്കി. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് PR വർക്ക് നടത്തി. ഈ ഗവൺമെന്റ് എന്തൊക്കെയോ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു, വികസന പ്രവർത്തനങ്ങൾ നടത്തി, ഒരു നവീന കേരളത്തെ കെട്ടിപ്പടുത്തു. ഇതൊക്കെ നടത്തിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു തരത്തിലുള്ള കള്ളപ്രചാരണങ്ങളും ജനത്തിന്റെ മുമ്പിൽ ഏശുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. കേരളം നവോത്ഥാന യാത്ര നടത്തുന്നു, മറ്റേ യാത്ര നടത്തുന്നു, അതുപോലെ തന്നെ ലോക മലയാള സമ്മേളനം നടക്കുന്നു, കോൺക്ലേവുകളുടെ പൊടിപൂരം. പിന്നെ ഏറ്റവും അവസാനം അതിദരിദ്രന്മാരെ നമ്മൾ ഇല്ലാതാക്കി. അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? വീണ്ടും ആ പദ്ധതി പൊടിയട്ടിയെടുക്കുക. ഇപ്പോഴും പറയുന്നു അതിദരിദ്രന്മാരുണ്ടെന്ന്. അവരെ കണ്ടെത്താനുള്ള പുതിയ അന്വേഷണം നടത്താൻ പോവുകയാണെന്ന് മാധ്യമങ്ങൾ പറയുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ടും രക്ഷപ്പെടുന്നില്ല, സ്വയം രക്ഷപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനത്തെ 19ാമത്തെ ഒരു അടവായിരുന്നു ഇത്. സതീശനെ, പ്രതിപക്ഷ നേതാവിനെ ആ ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ കുരുക്കിൽപ്പെടുത്തിയാൽ UDF-ൽ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാവും. അതുതന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അതുപോലെ ചിലത് സംഭവിക്കും. വി.ഡി. സതീശനെതിരായിട്ട് പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സജീവമാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ആയുധം പ്രയോഗിച്ചതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ധാരാളം ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. വിജിലൻസ് IG-യുടെ റിപ്പോർട്ട്, സതീശനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശം ഉള്ളപ്പോഴാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലെ DIG-യുടെ റിപ്പോർട്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നത്. എന്തൊരു കഷ്ടമാണ്! ആരാണ് ഈ ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത്? ഏതെങ്കിലും മുൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണോ? അതോ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ആളുകളാണോ? ഇവർക്കൊക്കെ ഈ ഗവൺമെന്റിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ ആരാണ് നൽകുക? കുറഞ്ഞ പക്ഷം ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അത് എവിടെ എത്തി നിൽക്കുന്നു എന്നെങ്കിലും ഈ ഉപദേശം നൽകുന്നവരൊന്ന് ആലോചിക്കണ്ടേ? അത് കിട്ടിയ പാടെ അതുമായിട്ട് മാധ്യമങ്ങളിലേക്ക് യുറേക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന ശാസ്ത്രജ്ഞന്മാര് ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഈ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബർ 19-ാം തീയതി വിജിലൻസ് IG നൽകിയ റിപ്പോർട്ട് അവരുടെ കണ്ണിൽ പെടുമായിരുന്നല്ലോ. ഇതൊന്നും സർക്കാരിന്റെ ഫയലിൽ ഇല്ലാത്ത കാര്യങ്ങളല്ലല്ലോ. അപ്പോഴീ മണ്ടത്തരം എഴുന്നള്ളിക്കാതിരിക്കാമായിരുന്നല്ലോ. വീണ്ടും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നാണം കെടാതിരിക്കുമായിരുന്നല്ലോ. ഒരല്പം ബുദ്ധി, തലയിൽ ആളുതാമസമുള്ളവരാണ് ഉപദേഷ്ടാക്കളെങ്കിൽ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, നമുക്കറിഞ്ഞുകൂടാ ആരാണ് ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിനെ ഉപദേശിക്കുന്നത്. പക്ഷെ വീണ്ടും വിചാരമില്ലാതെയാണ് ഈ ഉപദേഷ്ടാക്കളും ഉപദേശം സ്വീകരിക്കുന്നവരും പെരുമാറുന്നത്. ഓരോ ഉദാഹരണങ്ങൾ അതിന് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇത്. നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഈ അതിദരിദ്രരെ ഇല്ലാതാക്കിയ കാര്യം. ഈ കണക്കും കാര്യമൊക്കെ ആര് തന്നതാ? എന്നിട്ട് ഇപ്പൊ പരാതി ഉണ്ടായപ്പോ വീണ്ടും അതിദരിദ്രന്മാരെ അന്വേഷിച്ച് പോയിരിക്കുക. വീണ്ടും ആ പദ്ധതി ഒന്നുകൂടെ അങ്ങ് പ്രഖ്യാപിക്കാം. മമ്മൂട്ടി അടക്കമുള്ളവരെ സാക്ഷി നിർത്തി വലിയൊരു പ്രഖ്യാപനം നടത്തിയതാ. അപ്പൊ വേറെ ഒന്നും പ്രഖ്യാപിക്കാതില്ലാത്തതുകൊണ്ടാവാം ഒരുപക്ഷെ ഇനിയും മോഹൻലാലിനെയോ മറ്റോ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ വീണ്ടും അതിദരിദ്രന്മാരെ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പാക്കിക്കൂടുന്നില്ല. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ CBI അന്വേഷണം സംബന്ധിച്ചുള്ള ഇരട്ടത്താപ്പ്, ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർ ചെയ്തു, കേരളം മുഴുവൻ ഞെട്ടിപ്പോയൊരു സംഭവമായിരുന്നു. അതേക്കുറിച്ച് CBI അന്വേഷണം എന്ന് പറയുമ്പോൾ വേണ്ട, അതിന്റെ ആവശ്യമില്ല, അത് നടക്കത്തില്ല, അത് പ്രത്യേക അന്വേഷണ സംഘം മതി, അത് പോലീസ് മതി, കേരള പോലീസ് മതി. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് തന്നെ കഴമ്പില്ലാത്ത ഒരു ആരോപണമാണെന്ന് പലതവണ റിപ്പോർട്ട് ചെയ്ത ഈ പുനർജനി കേസ് സതീശനെതിരായിട്ട് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാല് ഏതെങ്കിലും CBI വന്ന് അന്വേഷിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ ഈ മണ്ഡലത്തിന് കൂട്ടു നിൽക്കും. കേന്ദ്ര സർക്കാരിന് ചിലപ്പോൾ രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ടാവാം. പക്ഷെ CBI അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച ധാരാളം അന്വേഷണ റിപ്പോർട്ടുകൾ സർക്കാരിന് ഒപ്പി നിൽക്കുക. അതിലെല്ലാം സതീശൻ കുറ്റവിമുക്തനാണ്. ആ ഒരു സാഹചര്യത്തിൽ അവർ ഇത് ഏറ്റെടുക്കുമോ? പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായി കേട്ടോ. ലക്ഷ്യ എന്ന പേരിൽ സുൽത്താൻ ബത്തേരിയിൽ നടന്ന കോൺഗ്രസിന്റെ ലീഡേഴ്സ് സമ്മിറ്റ് നടക്കുന്ന ദിവസം തന്നെ ഇത് വന്നതുകൊണ്ട് പാർട്ടി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കാൻ അവർക്കൊരു നല്ല അവസരം ലഭിച്ചു.